ഞാൻ എൻ്റെ വായും തുറക്കണ്ട. മകളെ പറ്റിയും മകനെ പറ്റിയൊക്കെ കുറേ സാധനങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. കൊച്ചുമക്കളെ പറ്റി താലൂക്ക് യൂണിയൻ സെക്രട്ടറി 23,000 രൂപ ശമ്പളം വാങ്ങുന്നവൻ മകളെ 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപ ആക്കി ലണ്ടനിൽ പഠിപ്പിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു. ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വേറെ ജനറൽ സെക്രട്ടറി കസേരയൊന്നും ഒരു പ്രശ്നമില്ല. എനിക്കിതൊന്നും വേണ്ട. എനിക്കൊരു കരയോ അങ്ങോട്ട് ഇരുന്നാൽ മതി. ഒന്ന് അന്വേഷിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, പത്തനാപുരം താലൂക്കിൽ കയറി കരയോഗങ്ങൾ പിരിച്ചുകൂടുക ഇങ്ങനെയുള്ള വേലത്തരങ്ങളും കൊണ്ട് വന്നാൽ ഞാൻ ഇനിയും വാ തുറക്കേണ്ടി വരും. ഇനി തൽക്കാലം വാ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങളത് പറഞ്ഞില്ല. നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ അവിടെ കിട്ട കാര്യം എന്നോട് ചോദിച്ചു, ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു. അല്ലാതെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് സുകുമാരൻ നായരെ പറയാൻ പോകുന്നത് എനിക്ക് സമയമില്ല, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. താലൂക്ക് യൂണിയൻ സെക്രട്ടറി 23,000 രൂപ ശമ്പളം വാങ്ങുന്നവൻ മകളെ 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപ ആക്കി ലണ്ടനിൽ പഠിപ്പിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു. നായർ സമുദായം സംഘടിച്ച് നടത്തുന്ന എല്ലാ ഒറ്റക്കെട്ടായിട്ട് വേണം. ഒറ്റ തിരിഞ്ഞുള്ള പോരാട്ടങ്ങൾക്കൊന്നും ഞാനില്ല. എല്ലാവരും ജനകീയമായി മുന്നേറുമ്പോൾ ഞാനും നിങ്ങളിൽ ഒരാളായി കൂടെ ഉണ്ടാകും. അതൊക്കെ പാവങ്ങൾ പേടിക്കും. ഒരു കാര്യം നായർ സമുദായങ്ങളോട് പറയുകയാണ്, ഈ കോളേജുകളിൽ കിട്ടുന്ന ഒരു അഡ്മിഷനോ കരയോഗം പ്രസിഡന്റ് ആയിരിക്കാനുള്ള ഒരു അവസരമോ സെക്രട്ടറി ആയിരിക്കാനുള്ള അവസരമോ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ജോലിയോ സ്കൂളിൽ ഒരു ജോലിയോ കിട്ടുന്നത് സുകുമാരൻ നായരുടെ ഔദാര്യമല്ല, മന്നത്താചാര്യൻ നിങ്ങൾക്ക് കരുതി വെച്ച അവകാശമാണ് എന്നെല്ലാം നായർ മനസ്സിലാക്കി. മന്നത്താചാര്യൻ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച അവകാശമാണ്, അല്ല ഒരാളുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് അത് ഔദാര്യമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടത് ജനകീയമായിട്ടാണ്, മാസ്സായിട്ടാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല. പ്രസ്താവന